അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന മണികർണിക ഘട്ടും ഗംഗ ആരതികൾ നടക്കുന്ന അസി ഘട്ടും ദശാശ്വമേധ ഘട്ടും ഒക്കെ അടങ്ങുന്ന ചരിത്രങ്ങൾ കഥ പറയുന്ന വാരണാസിയുടെ പുത്തൻ വ്ലോഗിലേക്ക് ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ യാത്രകൾ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകളാണ്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളൊന്നും എൻ്റെ ചാറ്റിൽ വരുന്നൊരു പരിപാടിയല്ല. അതുപോലൊരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു മഹാകുംഭമേള പോകുന്നത്. അതേ കണക്ക് മറ്റൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ മഹാകുംഭമേള സ്ഥലത്തായിരുന്നു, ഇന്നിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്. അപ്പോൾ തികച്ചും യാദൃച്ഛികമായി സംഭവിച്ചൊരു യാത്രയാണ് ഈ രണ്ട് യാത്രകൾ. കുംഭമേളയിൽ വെച്ച് ഒരു സുഹൃത്തിനെ പരിചയം കിട്ടുകയും പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് മനസ്സിലായത് വാരണാസി തൊട്ടടുത്ത് ഏകദേശം 4 മണിക്കൂർ മാത്രമാണുള്ള ദൂരം എന്ന് മനസ്സിലായി. അങ്ങനെ റൂമിൽ തിരികെ ചെല്ലുകയും ട്രെയിൻ ടിക്കറ്റ് നോക്കുകയും ഭാഗ്യത്തിന് വന്ദേ ഭാരതിൽ ഒരു 120 ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ആ ട്രെയിൻ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ 11 മണിക്ക് വന്ദേ ഭാരതിൽ കയറി 4 മണിക്കൂർ ബസ്സിലിരുന്ന് യാത്ര ചെയ്യേണ്ടത് വെറും 1.25 മണിക്കൂർ കൊണ്ട് വാരണാസിയിൽ എത്താൻ പറ്റി. 11:15 കയറി 12:45 1 മണി അടുപ്പിച്ച് വാരണാസിയിൽ ബനാറസി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. വാരണാസിയിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെൻ്റെ പ്ലാനിലേ ഇല്ലാത്തൊരു യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാരണാസി എത്തുമ്പോഴത്തേക്കും റൂമോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് വന്ദേ ഭാരതിന് ടിക്കറ്റ് കണ്ടു, ടിക്കറ്റ് എടുത്തു, ഇവിടെ വാരണാസി ഇറങ്ങി. അപ്പോൾ പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ്. ദശാശ്വമേധ ഘട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പിന്നിലേക്കുള്ള ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ഏകദേശം 1:30 ആയപ്പോൾ വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ ഏകദേശം 9:45 മണിയായി. ഏകദേശം 9-9:15 മണി വരെയും റൂമിൽ കിടന്ന് കംപ്ലീറ്റ് ഉറക്കമായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു ടൗണിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, ആക്ച്വലി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയി ChatGPTയുടെയും DeepSeekൻ്റെ സഹായത്തോടുകൂടി കുറച്ചൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് പ്രകാരം നമ്മൾ രാവിലെ ഇറങ്ങിയൊക്കെയാണ്. പുതിയൊരു ദിവസത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഘാട്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. സൺറൈസ് ബോട്ടിങ്ങിനായിട്ട് വരാനായിട്ട് ഇരുന്നതാണ്, അതിന് ഇറങ്ങിയതുമാണ്. പക്ഷേ നമുക്ക് വഴിമധ്യ കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ കുറച്ച് വൈകിയാണ് പറ്റിയത്. കാശിയിലേക്ക് വരണേൻ്റെ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങൾ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ഫൈനലി കാശി. ഗൈസ്, അങ്ങനെ നമ്മൾ ഘാട്ടിൻ്റെ സൈഡിലൂടെയുള്ള സ്ഥലത്തൂടെ നടക്കുകയാണ്. സമയം 8:15 ആയതേ ഉള്ളൂ. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ബിസിയായി. ഇവിടെ എത്രയോ ഘാട്ടുകൾ ചേരുന്നതാണ് വാരണാസിയുടെ ഒരു റിവർ ബാങ്ക്സ് എന്ന് പറയുന്നത്, അല്ലേ, ഗംഗയുടെ തീരം. മതപരമായ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. രാവിലെ ഒരു 8, 9, 10 മണി വരേക്കും അത്യാവശ്യം നല്ല തിരക്ക് കാണും. You from Europe. Europe, okay. Small country, Bulgaria. Yeah, it's nice country, yeah. Okay, thank you. Thank you, sir. Yeah. We'll see you. See you. Yeah, happy. You from here? Varanasi? No, we are from Kerala. Yeah, we are also welcome to Kerala also. It's a very good place, no? Yes. We have to visit I'm here 20 days. 20 days. Okay. Yes, it's too much for this city. Yes. Yeah. This time go to Kolkata. Kolkata Have also. you visited Prayagraj, Kumbh Mela? Kumbh Kumbh Mela is a ritual. It's happening. It's the biggest human gathering happening in the Prayagraj. It's nearby 2 hours only. No, I'm Friday go. Flight. Yes. ठीक है. Thank you. Good day for me. Yeah, good day too. Happy touring. Thank you. ഗംഗയുടെ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, നമ്മൾ ആക്ച്വലി അസിഘട്ട് നടത്താൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അസിഘട്ട് നേരെ നമ്മൾ മണികർണിക ഘാട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ ശിവരാത്രിക്ക്. ഇന്നിപ്പോൾ 24-ാം തീയതി. ഒരുപാട് യോഗീസ് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. കുറേ പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. അതെ, അവിടെ നമുക്ക് സാധുസിനെ കാണാം. പോലീസിൻ്റെ സുരക്ഷയൊക്കെ ഉണ്ട് കേട്ടോ താഴെ. അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഹരഹർ മഹാദേവ്. അവരവരുടെ പൂജയിലും കാര്യങ്ങളിലും ഒഴുകിയിരിക്കുകയാണ് എല്ലാവരും, മിക്കവരും. ഹരഹർ മഹാദേവ്. ഇത് ആക്ച്വലി കംപ്ലീറ്റ് സാധുസിൻ്റെ ഒരു ഏരിയയാണ്. അവർ ടെൻ്റൊക്കെ ഇട്ട് അവരവരുടേതായ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക്
ഒരു വേറൊരു വൈബ് അടിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ശിവരാത്രി ആയതുകൊണ്ട് ഒരുപാട് സാധുസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സാധുസ്, കുറച്ചധികം സാധുസ് ഉണ്ട് ഇവിടെ. ബൈ ബൈ ടാറ്റാ. ആശാൻ അവിടെ കംഫർട്ടാ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇനി അടുത്ത ഘാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഈ ഘാട്ട് കാണാൻ തന്നെ ഉണ്ട് കുറെ. ഇവിടെ നമുക്ക് ഇവിടെ രുദ്രാക്ഷം ഓക്കെ അത് വിൽക്കുന്ന ഒരു പുള്ളിയാണിത്. പുള്ളി പറയുന്നത് ഒറിജിനലാണെന്നോ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ അങ്ങനെ നമ്മൾ വാരണാസിയിലെ ഘാട്ടുകളെല്ലാം കണ്ട് നടന്ന് മുമ്പോട്ടേക്ക് നടന്ന് മണികർണിക ഘാട്ടിലേക്ക് പോണതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി യാത്രകൾ തുടരാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് ഫുഡിൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് നോക്കാം. ഗായ്സ് അങ്ങനെ നമ്മൾ വന്ന് ഒരു ദോശക്കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ദോശ അടിക്കാം അല്ലേ? ദോശയും വടയും കഴിക്കാം. നല്ല മുരിഞ്ഞ ഉഴുന്നോടെ ഇരിപ്പുണ്ട്, നല്ല പേപ്പർ ദോശയുണ്ട്, പിന്നെ നല്ല സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്. ഇതാണ് കട, നമ്മുടെ ഗല്ലിയിലുള്ള കടയാണ്. ഓക്കെ, കിച്ചൻ കഫേ. ഗൈസ് അങ്ങനെ നമ്മളതേ ഉള്ളിൽ കയറി നമ്മുടെ 2 മസാല ദോശ കിട്ടി. മസാല ദോശയുണ്ട്, വടയുണ്ട്, ചമ്മന്തി, സാമ്പാർ, പിന്നെ നമ്മുടെ മക്ക ചായ. കുഞ്ഞു കട കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിനി കഴിച്ചിട്ട് ബാക്കി വിശേഷം കാണാം, ബാക്കി പ്ലാനുകൾ ഒക്കെ കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ കാശി വിശ്വനാഥ് ടെമ്പിൾ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന് അടുത്തെത്തിയതുകൊണ്ടായിരിക്കണം നല്ല തിരക്കുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്നത് ഘട്ടുകളിലൂടെ അല്ലായിരുന്നു, ഗല്ലിയിലൂടെ. അപ്പോൾ ആ ഗല്ലി നിറയെ സൗത്ത് ഇന്ത്യൻ ഫുഡ്സാണ്. ഫുഡ് മൊത്തം ദോശ, ഇഡ്ഡലി, വട. പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരെ കണ്ടവരെല്ലാം ആന്ധ്ര, തമിഴ്നാടു, കർണാടക, സൗത്തിൽ നിന്നാണ്. ഈ തിരക്കിൽ തമ്മി വിട്ടു പോകാതിരിക്കാൻ വേണ്ടി കൈകൾ ബന്ധിക്കുകയാണ് ഗൈസ്. നമ്മളിത് ഈ രുദ്രാക്ഷമൊക്കെ ചുമ്മാ ഒറിജിനൽ രുദ്രാക്ഷം അല്ല, അല്ലാത്തൊരു രുദ്രാക്ഷം കിട്ടുമല്ലോ, മാല. അതൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ അല്ല, അല്ലാത്തതാ. ये कितना? 300. ये डुप्लीकेट है, वो ओरिजिनल है. ये सारा डुप्लीकेट है ना, ओरिजिनल नहीं है ना. ये प्लास्टिक सारे डुप्लीकेट. मोहम्मद अकील है ना. ഇത് ഈ കാണുന്ന ക്യൂ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാവിലെ 6 മണി തൊട്ട് നിൽക്കുന്ന ആൾക്കാരെന്നാണ്. സാധാരണ ഒരു ക്യൂവിൽ നിന്ന് ദർശനം നടത്താനായിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെയാണ് നോർമലി എടുക്കുന്നത്. പിന്നെ നമുക്ക് സ്പെഷ്യൽ പാസ് കിട്ടും. 400 രൂപ 500 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് VVIP പാസ് കിട്ടും. പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളകത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ ദർശനം കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മണിക്കൂറുകൾ നീണ്ട ക്യൂ. കണ്ടോ, അങ്ങ് അറ്റം വരെ ജനലക്ഷങ്ങളാണ്. ഗൈസ് ഇപ്പം നമ്മൾ നടന്ന് അങ്ങനെ മീർഘട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഘട്ടിൻ്റെ പിറകിലും പണ്ഡിറ്റ്മാരുടെ ഈ സത്രം കാണാൻ പറ്റും. സത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുന്നതിന് ചിലവില്ല, പകരം അവർ പറയുന്ന പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് സത്രം എന്നാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് മൂർഖനായിട്ടാ കയ്യിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ളതാണോ എന്നറിയില്ല, പക്ഷെ ഇവിടെ നിറയെ ബനാറസി സാരീസിന്റെ ഡിസ്പ്ലേ ആണ്. मिल्क है ना, मिल्क है
ഓക്കെ ഓക്കെ. ഇത് റബ്ഡി എന്നാ പറഞ്ഞത്, നമുക്ക് നോക്കാം എന്തായാലും. റബ്ഡിയാണിത്. ഏ? ബാസന്തി റബ്ഡി. ബാസന്തി റബ്ഡി. ഞാൻ ഈ ബാസന്തി എന്നുള്ളത് പറക്കം തെളിയ സിനിമയ്ക്കകത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ബാസന്തി റബ്ദി ഏക്കോർ രണ്ടും കഴിച്ചു നോക്കാം. കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഇത് നമ്മുടെ സാധാ ലസ്സി, തൈരിനകത്ത് പഞ്ചസാര ഇട്ട് ഉടച്ചത്. ഇത് നമ്മുടെ ഈ ക്രീമില്ലേ, മിൽക്ക് ക്രീമില്ലേ, മലായിയുടെ ആ ടേസ്റ്റ്. ഓക്കെ. അപ്പൊ റബ്ദി ഓക്കെ റബ്ദി ഓക്കെ. ഞാൻ റബ്ദിയാണ് പറഞ്ഞത് ഈ സാധനം. അപ്പൊ എന്താന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിനകത്ത് ബദാമും കേസറൊക്കെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുണ്ട്. പുള്ളി ഹൈദരാബാദിൽ നിന്നുവരാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സാധനം കൊള്ളാം. ഇത് നല്ല റിച്ച് ക്രീമാണ്, നല്ല കട്ടിയുണ്ട് സാധനം. പാൽപ്പാടയ്ക്കകത്ത് ഈ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ സംഭവം കൊള്ളാം, ടേസ്റ്റ് കൊള്ളാം. ഭയ്യ ഏ കൈസേ ബനായേ? मिल्क सर, मिल्क में सर पत्ती इलायची ड्राई फ्रूट्स केसर മെഗഡ. ഓക്കെ ഓക്കെ सयाई आता उसको बना के ഓക്കെ. ഇതിപ്പോൾ അടുത്തത് ഇവിടെ ലസ്സി അടിച്ചോണ്ടിരിക്കുകയാണ് ചേട്ടൻ. ആ എനിക്കൊരു ലസ്സി വേണം. ഏക്കോർ ലസ്സി. ആ ഓക്കെ ഓക്കെ. ബാ നമുക്ക് അങ്ങോട്ടിരിക്കാം ബാ. അങ്ങനെ നമ്മൾ ഒരു ലസ്സിയും കൂടെ മേടിച്ചിട്ടുണ്ട്. ലസ്സി വിത്ത് റബ്ഡി. നേരത്തെ നമ്മൾ കഴിച്ചത് റബ്ഡി മാത്രമാണ്. ഇപ്പം നമ്മൾ റബ്ഡി വിത്ത് ലസ്സിയാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധനം കൊള്ളാം എന്തായാലും. വാരണാസിയൊക്കെ ചുറ്റി നടന്ന് കാണേണ്ട ഇടയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം. കൊള്ളാം. എല്ലാ കട്ടിൻ്റെ പുറകിലും ഇതേപോലത്തെ ഒരുപാട് ഗല്ലീസ് ഉണ്ട്. സ്ട്രീറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഷോപ്സ് നമുക്ക് കിട്ടും. പിന്നെ ഓക്കെ, വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. കുഞ്ഞു വഴികളാണ് എല്ലാം. അപ്പോൾ പോലീസ് കംപ്ലീറ്റ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കുഞ്ഞു വഴിയിൽ കൂടെ നമുക്ക് വേണം ഇറങ്ങി ഇനി അപ്പുറത്തെത്താനായിട്ട്. അപ്പോൾ ഇനി അവിടെ എത്തിക്കഴിയുമ്പോഴറിയാം ഇനി അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും തിരിച്ചു വിടുന്നുണ്ടെന്ന്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ ഇതിനകത്തോട് നടന്നു പോകാനൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. രണ്ട് ക്യൂ കാണിച്ചു തരാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ക്യൂവും ഒന്ന് ദർശനത്തിനുള്ള ക്യൂവും. ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ക്യൂ പുറത്തേക്ക് ഇറങ്ങാനുള്ള ക്യൂ ആണ്. അപ്പുറത്ത് കാണുന്നത് ദർശനത്തിനുള്ള ക്യൂ ആണ്. നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിലുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഗൈസ്, തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഏതെങ്കിലും ഗല്ലിയിൽ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കായതാണ്. പിന്നെ അവിടെ നിന്ന് ക്യൂ നിന്ന് വേണം അടുത്ത ഗല്ലിയിലോട്ട് കയറാനായിട്ട്. അപ്പം നമ്മൾ വന്നത് ശിവരാത്രി സമയമായതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര തിരക്ക് വരുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോലും ദർശിക്കാൻ പറ്റാത്ത ക്യൂ ആണ്. പാസ് ഉള്ളവർ പോലും നിന്ന് ബുദ്ധിമുട്ടാണ്. VIP പാസ് ഉള്ളവരുണ്ട്, VIP പാസ് ഉള്ളവരുണ്ട്, ഓൺലൈനിൽ നേരത്തെ എടുത്തിട്ട് വന്നവരുണ്ട്, പിന്നെ പ്രോട്ടോകോൾ പാസ് ഉള്ളവരൊക്കെ ഉണ്ട്. പ്രോട്ടോകോൾ പാസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അതിനകത്തുള്ള സ്റ്റാഫ്സിൻ്റെ റിലേറ്റീവ്സിന് കിട്ടുന്ന പാസ്സാണ്. അതുള്ളവർ വരെ വെളിയിൽ നിന്ന് പാസ് ഇല്ലാത്ത നമ്മളവിടെ നിന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തൊണ്ടും തള്ളണം. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ സമയമുള്ള ഒരു ദിവസം അല്ലെങ്കിൽ തിരക്ക് ഒഴിഞ്ഞ ഒരു ദിവസം വന്നിട്ട് ദർശനം നടത്താതെ പറ്റുള്ളൂ. അപ്പോൾ അതേണ്ട ഇതിപ്പോൾ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്ക് കഴിഞ്ഞിട്ട് വേണം ഇനി ഇവിടെ നിന്ന് വെളിയിൽ ചാടാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു സ്ഥലം നമുക്ക് 1-2 ദിവസങ്ങൾ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. മിനിമം ഒരാഴ്ചയെങ്കിലും ഇവിടെ നിന്നാലേ ഈ സ്ഥലം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു ഗ്രാഫെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. കാരണം 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാം. പക്ഷേ ശരിക്കും ഇതിൻ്റെ എസൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാഴ്ചയെങ്കിലും ഇതിനകത്ത് നടന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം. അങ്ങനെ ഈ ഗല്ലിയിലൂടെയൊക്കെ കംപ്ലീറ്റ് നടന്ന് ഊപ്പാട് വന്ന് ഞാനൊരു വാരണാസി സ്പെഷ്യൽ താലി പറഞ്ഞു. അവളൊരു വെജ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ വാരണാസി സ്പെഷ്യൽ താലി എത്തിയിരിപ്പുണ്ട്. 2 റൊട്ടി, നല്ല ജീര റൈസ്, നമ്മുടെ ഡാൽ കറി, സബ്സി, പിന്നെ പനീർ കറി ആൻഡ് വിത്ത് ചട്നി വിത്ത് സം ഓണിയൻസ്.
കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വെജ് ബിരിയാണി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ക്യാമറ ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് വേണം എനിക്ക് റിയൽ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാൻ. ക്യാമറ ഓഫ് ചെയ്താലും ക്യാമറ ഓണാക്കിയാലും നല്ലതാ. എന്തരാജ് എങ്ങനെയുണ്ട്? ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ദശാശ്വമേധ ഘട്ടിൽ നിന്ന് നമ്മളൊരു ഈവനിങ് ബോട്ട് റൈഡ് എടുത്തൊക്കെയാണ്. 200 രൂപയാണ് റൈഡിന് വരുന്നത്, ഫിക്സഡ് റേറ്റ് ആണ്. അപ്പോൾ അരമണിക്കൂറാണ് ദശാശ്വമേധത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 40 ഘട്ടുകൾ കറങ്ങി അരമണിക്കൂർ കൊണ്ട് തിരിച്ചെത്തുന്ന റൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ കാണാം, ബോട്ട് റൈഡിൻ്റെ വിശേഷങ്ങൾ കാണാം.